വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മുസ്ലിം ലീഗ് നേതാവ് നാലകത്ത് സൂപ്പിയെ കഴിഞ്ഞ മാസം 14-നാണ് മാറ്റിയത്. കാരണം ഇനിയും ദുരൂഹമാണ്. ഇതിന് പിന്നാലെയാണ് MD ഷാജഹാനെയും മാറ്റാനൊരുങ്ങുന്നത്. കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക തീർക്കാൻ സർക്കാർ നേരത്തെ 5 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇത് ചിലവഴിക്കാതെ പൂഴ്ത്തിവെച്ചെന്നാണ് MDക്കെതിരെയുള്ള ആരോപണം. കുടിശ്ശികയുള്ള വിതരണക്കാർ രേഖകളുമായി ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ കോർപ്പറേഷൻ വെബ്സൈറ്റിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതുവരെ 19 കുടിശ്ശികക്കാർക്കായി 4 ലക്ഷം രൂപയാണ് ആകെ വിതരണം ചെയ്തത്. 19.5 ലക്ഷം രൂപയാണ് 3 മാസത്തെ പലിശയായി സർക്കാരിന് കോർപ്പറേഷൻ നൽകേണ്ടത്. പിഴപ്പലിശയായി 2.5% വേറെയും. അനുവദിച്ച 5 കോടി രൂപയും സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കുടിശ്ശിക തീർക്കാനായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വായ്പ കോർപ്പറേഷനുള്ള ഗ്രാന്റാക്കി മാറ്റാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെടാമായിരുന്നു. MDയുടെ പിടിപ്പുകേടാണ് കോർപ്പറേഷന്റെ പ്രവർത്തനം താളം തെറ്റിക്കുന്നതെന്നാണ് ആരോപണം. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി V സോമസുന്ദരം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ ഉടൻ നടപടിയുണ്ടാകണമെന്ന് ഡയറക്ടർ ബോർഡിലെ വനിതാ അംഗം മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കരകൗശല വികസന കോർപ്പറേഷന്റെ ആസ്ഥാനത്ത് ഇന്നലെ ധനവകുപ്പിന്റെ അന്വേഷണ വിഭാഗം പരിശോധന നടത്തിയിരുന്നു. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളുടെ പേരിൽ നേരത്തെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്ന നാലകത്ത് സൂപ്പിയെ മാറ്റിയതിനു ശേഷം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MC കമറുദ്ദീനെയാണ് കോർപ്പറേഷന്റെ ചെയർമാനാക്കിയത്. എന്നാൽ മതിയായ കാരണങ്ങളില്ലാതെ സാധാരണ നിലയിൽ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ മാറ്റാറില്ല. ജലീൽ പടന്ന, മീഡിയ 1, തിരുവനന്തപുരം.